ശ്രീ ആൻഡ്രോ അഗസ്റ്റിൻ പറയുന്നത് ഈ ചാനൽ ഞങ്ങൾ വാങ്ങി, ഇതിൻ്റെ ഉടമകൾ ഞങ്ങളാണ് എന്ന്. 2022 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയവും ഒരു ചാനൽ പ്രക്ഷേപണത്തിനുള്ള നിയമം മാറ്റം വരുത്തി. 22 മുമ്പ് ഒരു ചാനൽ ആർക്ക് വേണമെങ്കിലും ലീസ് എടുക്കുകയും ആ ലീസിൻ്റെ പുറത്ത് അവർക്ക് ആവശ്യമുള്ള പേരിൽ അത് സംപ്രേഷണം നടത്താനായിട്ടുള്ള നിയമം അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ 22 ശേഷം ആ ലൈസൻസ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സുരക്ഷാ ക്ലിയറൻസ് ഉള്ള, ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ ലൈസൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ അത് നടത്താൻ സാധിക്കൂ. അത് കൈമാറ്റം ചെയ്യാനോ വേറൊരാൾക്ക് അത് ലീസിലെടുക്കാനോ നിയമപരമായിട്ട് അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെ 2023 ഈ പറയുന്ന ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ആൻഡ്രോയും ആൻഡ്രോയുടെ സഹോദരന്മാരും ഈ ചാനൽ എങ്ങനെ കൈവശപ്പെടുത്തി എന്നുള്ളതാണത്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിക്ക് ഞാനൊരു പരാതി കൊടുത്തിരുന്നു. ഈ ചാനൽ പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് ഇതിൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞ്. അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ നികേഷിൻ്റെയും വൈഫ് റാണിയുടെയും പേരിലുള്ള ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെയും ദേശീയ സുരക്ഷാ ക്ലിയറൻസ് റദ്ദ് ചെയ്തിരിക്കുകയാണ്. കാരണം ദേശീയ സുരക്ഷാ ക്ലിയറൻസ് കൊടുക്കുമ്പോഴും ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് കൊടുക്കുമ്പോഴും അവരത് മാറ്റം ചെയ്യാൻ പാടില്ല. നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ ആ ക്ലിയറൻസ് റദ്ദ് ചെയ്യുമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നികേഷിൻ്റെ പേരിലുള്ള ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ദേശീയ സുരക്ഷാ ക്ലിയറൻസ് റദ്ദ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് ഏതെങ്കിലും കാരണം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ഏപ്രിൽ മാസം 2-നുള്ളിൽ ബോധിപ്പിക്കണമെന്ന് പറഞ്ഞ് ഷോക്കോസും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ 2 ഗുരുതരമായ കുറ്റമാണുള്ളത്. ഒന്ന്, ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിൻ്റെ പേരിലുള്ള ദേശീയ സുരക്ഷാ ക്ലിയറൻസും ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസും വെച്ച് വേറെ ആർക്കും അത് നടത്താനായിട്ടുള്ള അവകാശമില്ല. എന്നിരിക്കെ കഴിഞ്ഞ 2 വർഷമായിട്ട് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി, എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഈ റിപ്പോർട്ടർ ചാനൽ ആൻഡ്രോ അഗസ്റ്റിൻ ബ്രദേഴ്സ് നടത്തുകയായിരുന്നു. ഇപ്പോൾ അതിന് ഉപരിയായിട്ടാണ് ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിൻ്റെ കൂടി ദേശീയ സുരക്ഷാ ക്ലിയറൻസ് ആഭ്യന്തര മന്ത്രാലയം റദ്ദ് ചെയ്തിരിക്കുന്നതായി ഇന്നലെ ഹൈക്കോടതിയെ അറിയിച്ചത്. അപ്പം അതുകൊണ്ട് ഒരു നിമിഷം പോലും ഈ ചാനൽ പ്രവർത്തിക്കാൻ നിയമപരമായിട്ട് അനുവദിക്കുന്നില്ല. ഈ 2 വർഷക്കാലമായിട്ട് ഈ ചാനലിൻ്റെ പേരിൽ കോടികളുടെ പരസ്യം മേടിച്ചും തെറ്റായ വാർത്തകൾ നൽകി പലരുടെയും ജീവിതം തന്നെ വഴിമുട്ടിച്ച റിപ്പോർട്ടർ ചാനൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഈ 2 വർഷം ഇവർക്ക് പ്രവർത്തിക്കാനായിട്ട് ഇങ്ങനെ ഒരു അനുവാദം കിട്ടിയത്, എങ്ങനെ അവർ പ്രവർത്തിച്ചു എന്നുള്ളത് CBIയും എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് അന്വേഷിക്കേണ്ട ഗുരുതരമായ ഒരു കുറ്റമാണ്. കാരണം മരമുറി കേസ് മുതൽ ഈ ചാനൽ തുടങ്ങുന്നതിന് ആവശ്യമായ തുക, ഇതാരാണ് ഇതിൻ്റെ ഇൻവെസ്റ്റർ, എങ്ങനെ ഈ പണം കിട്ടി? ഇപ്പോൾ അദ്ദേഹം മെസ്സി വരുമെന്ന് പറഞ്ഞ് കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം 72 കോടി രൂപ മുടക്കിയെന്ന് പറയുന്നു. ഈ പണത്തിൻ്റെ സ്രോതസ് എവിടെ? ഇദ്ദേഹം 16 മുതൽ പല കമ്പനികൾ, പല തട്ടിപ്പുകൾ, പല കേസുകൾ, ഇതെല്ലാം ഉണ്ടായത്, അതിൻ്റെ പിന്നിലുള്ള സാഹചര്യം
ഒരുപാട് ഭൂമി ഇടപാടുകൾ, അങ്ങനെ ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും അധികം കുറ്റകൃത്യങ്ങളിൽ ഇത്രയധികം കുറ്റങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു ചാനൽ 2 വർഷം പ്രവർത്തിപ്പിച്ച് ജനങ്ങളെ വഞ്ചിച്ചത് എന്ന് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം സോഴ്സ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ പണം ആരുടെയാണ്? ഇത് ബലമായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ഇവിടുത്തെ CPM ആണ്. കാരണം CPMന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ചാനലായിട്ടാണ് കഴിഞ്ഞ 2 വർഷം ഈ റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിച്ചത്. ഞാൻ ഇതിന് മുന്നിലത്തെ എൻ്റെ പ്രസ് കോൺഫറൻസിലും എല്ലാം പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിച്ച റിപ്പോർട്ടർമാരോട് തന്നെ ഞാൻ ചോദിച്ചു, ആദ്യം നിങ്ങൾ ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് പുറത്തുവിട്. നിങ്ങൾക്കത് പ്രവർത്തിക്കാനായിട്ട് അവകാശമില്ല, നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല. ഇപ്പോൾ ഇതെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ല, ദേശീയ സുരക്ഷാ ക്ലിയറൻസ് ഇല്ല. ഒരു വ്യക്തിക്ക്, ഇതിൻ്റെ ഉടമസ്ഥർക്ക് ദേശീയ സുരക്ഷ നിഷേധിക്കുക, ക്ലിയറൻസ് നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ഗൗരവമായിട്ടുള്ള കുറ്റമാണ്. അപ്പോൾ ഒരു ദേശീയ സുരക്ഷാ ക്ലിയറൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി, ആ രാജ്യത്തിന് തന്നെ അപകടമാണ് എന്നുള്ളതാണത്. അത്രയും അപകടകരമായ വ്യക്തികൾ 2 വർഷം ഇവിടെ ചാനൽ എങ്ങനെ പ്രവർത്തിച്ചു, എങ്ങനെ ഈ ആളുകളുടെ കയ്യിൽ നിന്ന് അതിൻ്റെ പേരിൽ പണം പിരിച്ചു, പരസ്യങ്ങൾ മേടിച്ചു, ഈ ജനങ്ങൾക്ക് തെറ്റായിട്ടുള്ള വാർത്തകൾ നൽകി എങ്ങനെ ജനങ്ങളെ വഞ്ചിച്ചു, ഈ കേരളത്തെ വഞ്ചിക്കുകയാണ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്കറിയാം, മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് സ്വതന്ത്രവും നീതിപൂർവവുമായിരിക്കണം. ഇവിടെ ഒരു മാധ്യമ ചാനൽ ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളും ലംഘിച്ച്, എല്ലാ നിയമങ്ങളും എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരന് പോലീസ് ക്ലിയറൻസ് ഇല്ലാതെ ഒരു പാസ്പോർട്ട് പോലും കിട്ടില്ലാത്ത സാഹചര്യത്തിൽ ദേശീയ സുരക്ഷാ ക്ലിയറൻസ് ഇല്ലാതെ 2 വർഷം ഒരു ചാനല് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് പ്രവർത്തിച്ചു എന്ന് പറയുന്നത് അത്രമാത്രം ഗുരുതരമായ ഒരു തെറ്റാണത്. അപ്പോൾ മാധ്യമധർമ്മമല്ല, മാധ്യമ നീതിപൂർവമല്ല അങ്ങനെ ഒരു ചാനല് ഇന്ന് തന്നെ അടച്ചുപൂട്ടി ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് ഇന്ന് ഈ ചാനൽ ഇവിടെ അവസാനിപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്.